ഇന്റർവ്യൂലൊക്കെ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ പേര് അതുപോലെ തന്നെ അവരുടെ ജെൻഡറും കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് അടുത്ത അവരുടെ പേര് ആഡ് ചെയ്യേണ്ടത് മിസ്റ്റർ എന്നോ MS എന്നുള്ള രീതിയിലുള്ള MR or MS എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് എക്സലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഇതിലൊക്കെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ എങ്ങനെ അത് പെട്ടെന്ന് ചെയ്യാമെന്നുള്ള ഒരു ഇക്വേഷനാണ്. അതിന് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഫംഗ്ഷൻ കൊടുക്കുക. ഇഫ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് അതായി ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ടാബ് അടിച്ചാൽ മതി. ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ സെൽ നമ്പർ കൊടുക്കുക =, എന്നിട്ട് കൊട്ടേഷനിൽ നമ്മൾ മെയിൽ എന്ന് കൊടുക്കുക. ഇതിൽ മെയിലാണെന്നുണ്ടെങ്കിൽ മെയിലിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കോമ കൊടുക്കുക. മെയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് MR എന്ന് വേണം. അപ്പോൾ നമ്മൾ MR എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് അടുത്ത കോമ കൊടുക്കുക. ഇത് മെയിലല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിലവിൽ ഫീമെയിൽ മാത്രമുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളൂ. ട്രാൻസ്ജെൻഡർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓപ്ഷനില്ല. അപ്പോൾ ഓക്കെ, അത്തരം സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ മാത്രം നിന്നിട്ടുള്ള സംസാരമായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിലോ നമ്മൾ MS എന്നാണ് എന്ത് ചെയ്യാന്ന് കൊടുക്കുന്നത്. അപ്പോൾ MS കൊടുക്കുക. MS കൊടുക്കുന്നതിന് മുന്നേ എന്താണ്, കോമ, ഡബിൾ ഇൻവെർട്ടർ കോമ വേണം, MS. ശേഷം നമുക്ക് എന്ത് വേണം, ആ പേരും കൂടെ വരണം. അപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ആൻഡ് കൊടുക്കുക. ആൻഡ് കൊടുത്തതിന് ശേഷം ഈ പേരല്ലേ വരണ്ടേ, അതും കൂടെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, മിസ്റ്റർ നിഷാദ് എന്നുള്ള രീതി വന്നു. ഓക്കെ, ഇനി ഇത് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എല്ലതും എന്ത് ചെയ്യും, അവരുടെ മെയിലാണോ ഫീമെയിലാണോ അതിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ വരും. ഓക്കെ.